ശരിക്കും ഒരു സ്ക്വാഡ്. അവന്മാരുടെ ഒക്കെ റാങ്ക് നോക്കിയ എല്ലാവരും ഗ്രാൻഡ് മാസ്റ്റർ. അതും പോരാത്തതിന് വെപ്പൺ ഗ്ലോറിയിലാണെങ്കിൽ എല്ലാ അവന്മാരും റീജണിലും. ഒരുത്തനൊഴികെ ബാക്കി എല്ലാ അവന്മാരും ഇന്ത്യയിൽ ടോപ്പ് 1. എനിക്കും എങ്ങനെയെങ്കിലും ഇതുപോലെ ഒരു സ്ക്വാഡിലെ മെമ്പറായി മാറണം. ഇതുപോലെ ഒരു സ്ക്വാഡ് പറ്റിക്കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ എല്ലാ അവന്മാരുടെയും മുന്നിൽ പോയി പട്ടിശോ ഇറക്കായിരുന്നു. ഇവനെയൊക്കെ സമ്മതിക്കണം അല്ലേ? എന്ത് പെട്ടെന്ന് രണ്ടുപേരെ ഓടിപ്പോയി ദിമിത്തിരിട്ട് പൊക്കിയത്. എന്റെ സ്ക്വാഡിലുണ്ട് കുറച്ചു പേര്. ഒരൊറ്റ ഒരുത്തം പോലും ദിമിത്തിരി വെക്കില്ല. എല്ലാവർക്കും മിന്നൽ മുരളീനെ മതിയല്ലോ. ഇവരൊക്കെ ക്യാരക്ടർ സ്കിൽ കറക്റ്റ് കോമ്പിനേഷനിലാണ് വെക്കുന്നത്. ഒരുത്തൻ സ്കിൽ ബ്ലോക്ക് ഇടുന്നു, മറ്റവനാണെങ്കിൽ ദിമിത്രി ഇടുന്നു. എന്റെ സ്ക്വാഡിലുള്ളവന്മാർക്കാണെങ്കിൽ സ്ഥിരം കെല്ലി മാക്സിമം ആയാട്ടോ. ഈ ക്യാരക്ടർ സ്കില്ല് മാത്രമേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല. എടാ, നമുക്ക് ഇതുപോലെ നടന്നാ മതിയോ? എന്തെങ്കിലും ഗ്രാൻഡ് മാസ്റ്റർ ഒക്കെ അടിക്കണ്ടേ? നമ്മുടെ സ്ക്വാഡ് അടിപൊളിയാക്കണം നമുക്ക്. എടാ, നീ പറയുന്നത് കേട്ടാ തോന്നുന്നു ഞങ്ങൾക്ക് ആർക്കും ആഗ്രഹമില്ലാന്ന്. എടാ, അതിന് നമ്മളിപ്പൊ കളിക്കുന്ന കളിച്ചിട്ടൊന്നും കാര്യമില്ല. എല്ലാരും അടിപൊളിയായിട്ട് കളിക്കണം, ഒരുമിച്ച് നിന്ന് കളിക്കണം. എടാ, എന്നിട്ട് നീ തന്നെയല്ലേ ഒരു കില്ല് കിട്ടാൻ വേണ്ടി റഷ് ചെയ്യും, എന്നിട്ടാണെങ്കിൽ ചാവും ചെയ്യും. അത് തന്നെ, അതൊക്കെ നമ്മളിനി മാറ്റാൻ പോവാ. അതിന് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട എന്താണെന്നറിയോ? വീട്ടിലെ ക്യാരക്ടർ സ്കിൽ കോമ്പിനേഷൻ വെക്കണം. ഹയാട്ടോ, കില്ലി, മാക്സിം ഇതിനൊന്നും വെച്ചാ പോരാ. ആ ഗ്ലൂ വാളിന്റെ അകത്തൂടെ വെടിവെക്കുന്ന ക്യാരക്ടറിനൊക്കെ വെക്കണം. സ്കൈലറല്ലേ? അതൊക്കെ ഞാൻ വെക്കാറുണ്ട്. എടാ പൊട്ട, സ്കൈലർ അല്ലടാ, അത് ഐറിസ് ആടാ. എടാ, നീ കുറച്ചു എന്തായതാ പറഞ്ഞത്? ഞാൻ കേട്ടില്ല. എങ്ങനെ കേൾക്കാനാ? നിന്റെ നെറ്റ് പോയിട്ടല്ലേ ഉള്ളത്. ആദ്യം നീ പോയി നല്ല നെറ്റ് സെറ്റ് ആക്കടാ. എടാ, എനിക്കിവിടെ കുറച്ച് റേഞ്ച് കുറവാ. ഏത് കാട്ടിലാണാ നിന്റെ വീട്? അടുത്തവൻ തുടങ്ങി. എടാ, ഒന്ന് നിർത്തടാ. നീ മിക്സിയുടെ ചോട്ടി പോയാണോ ഫ്രീ ഫയർ കളിക്കുന്നത്? ഒന്ന് മാറിയിരിക്കാം അവിടുന്ന്. കുഴപ്പക്കാരിൽ പ്രമുഖനാണ് അരിക്കൊമ്പൻ. പലചരക്ക് കടകളാണ് അരിക്കൊമ്പന് പ്രിയം. ഇടുക്കിയെ വിറപ്പിക്കുന്ന അരിക്കൊമ്പൻ. എടാ, നിന്നോടിനി പ്രത്യേകം പറയണോ? ആ ടിവിയുടെ സൗണ്ട് കുറച്ച് കുറക്ക്, ഇല്ലെങ്കിൽ അവിടുന്ന് ഒന്ന് മാറിയിരിക്കേ. എടാ, ഇനി നമുക്കെല്ലാം സെറ്റ് ആക്കാടാ. ഫസ്റ്റ് നമുക്കൊരു ക്ലാഷ് സ്ക്വാഡ് റാങ്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ തുടക്കം ഏതായാലും ഒരു ക്ലാഷ് സ്ക്വാഡ് തന്നെ ആവട്ടെ. എടാ, ഒരു സർപ്രൈസ് ഉണ്ട്. എന്താടാ? നമ്മുടെ ടീംമേറ്റ്സിന്റെ 2 പേരെ നെറ്റ് പോയി. പറ്റിയ സ്ക്വാഡിലാണല്ലോ ഞാൻ പെട്ടുപോയത്. CS റാങ്ക് സ്റ്റാർട്ട് ചെയ്ത് അവന്മാരങ്ങ് പോയി. എടാ, നമ്മൾ 2 പേരെ കൊണ്ട് ഈ റൗണ്ട് എന്തുണ്ടാക്കാനാ? ഞാനാണെങ്കിൽ നോക്കാവും ചെയ്തു. ഇനി ഞാൻ 1v4 എടുക്കാടാ. ഞാൻ ഇനിപ്പോയി വല്ല ബംഗാളി സ്ക്വാഡിലെങ്ങാനും കളിക്കുന്നതായിരിക്കും നല്ലത്. അവന്മാരാകുമ്പോ നെറ്റെങ്കിലും ഉണ്ടാവും. ഞാൻ യുവന്മാരുടെ ഒക്കെ അടുത്ത് രക്ഷപ്പെടേണ്ട സമയം എന്നേ കഴിഞ്ഞു. എടാ, ഒന്ന് ഓടി വാടാ. ഞാൻ ഗ്ലൂ വാളിന്റെ കവറിലാ. പെട്ടെന്ന് റിവൈവ് ചെയ്യേ. നിക്കടാ, ഒറ്റ സെക്കൻഡ് ഞാൻ എത്തി. എടാ, നീ എന്ത് തേങ്ങയാണ് ഈ കാണിക്കുന്നത്? ഡാൻസ് കളിക്കാതെ എന്നെ ഒന്ന് റിവൈവ് ചെയ്യടാ. നീ എന്താ ഈ വിറച്ച് കളിക്കുന്നത്? അയ്യോ, നെറ്റ് സ്ലോ ആടാ. എടാ, റിവൈവ് ആയോടാ? എന്റെ എല്ലാം നിന്നെ റിവൈവ് ചെയ്തോണ്ടിരിക്കുക. റിവൈവ് കംപ്ലീറ്റ് ആവുന്നില്ല. ഇനി നീ റിവൈവ് ചെയ്തിട്ട് കാര്യമില്ലടാ. ഞാൻ ചാവും ചെയ്ത് നെക്സ്റ്റ് റൗണ്ട് ഇപ്പൊ തുടങ്ങും. എന്റെ അമ്മോ, ഇതുപോലെ സ്ക്വാഡ് വേറെ ആർക്കും കൊടുക്കല്ലേ.